പ്രിയരെ, നിങ്ങളുടെ ജീവിതം തീർന്നു, ഇനി ഞാൻ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല, ഇനി ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യണം, എനിക്ക് ഒന്നും അറിയുന്നില്ല, ഒരു വെളിച്ചവും കിട്ടുന്നില്ല, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത് പ്രിയരെ, നമ്മുടെ ജീവിതം ഒരു ചക്രം പോലെയാണ്. അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചക്രങ്ങൾ നല്ല രീതിയിൽ കറങ്ങണമെങ്കിൽ നല്ല പവർഫുൾ ഇഞ്ചൻ വേണം. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ റോഡുകൾ കുഴികളും കുന്നുകളും കയറ്റവും ഇറക്കവും വളവും നേരായ റോഡുകളും ഉണ്ട്. ഇതൊക്കെ തരണം ചെയ്തു വേണം മുന്നോട്ട് പോകുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ ഈ സമയത്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആരും ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് വിചാരിക്കരുത്. കാരണം ദൈവം പറയുന്നു, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നതിന് മുമ്പേ ദൈവം നിന്നെ അറിഞ്ഞ് നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ദൈവത്തിൻ്റെ കൈകളിലാണ് നീ ഇരിക്കുന്നതെന്ന് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ഈ ഉറപ്പ് നിനക്ക് ഉണ്ടാകാതിരിക്കുന്ന സമയത്താണ് നീ തകർന്നു എന്ന് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മനുഷ്യൻ എല്ലാവരും തന്നിൽ തന്നെ ആശ്രയിക്കുന്നവരാണ്. കാരണം അവനെ മാത്രമാണ് അവൻ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് കണ്ണാടിയിൽ നിങ്ങൾ നോക്കുന്നു, കണ്ണാടിയിൽ നിങ്ങളെ കാണുന്നു, എന്നാൽ കണ്ണാടിയുടെ അപ്പുറത്തുള്ള ദൈവമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. യേശു നമ്മോട് പറയുന്നത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും എൻ്റെ യേശു എന്നെ കൈവിടത്തില്ല. യേശു എന്നോട് കൂടെ നടക്കും. ഈ ഉറപ്പ് മനസ്സിൽ ഉറപ്പിച്ചാൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ തകരത്തില്ല. കാരണം ദൈവം നമ്മളെ തക്ക സമയത്ത് നിന്നെ ഉയർത്തിയിരിക്കും. ആമേൻ.